അത് നിങ്ങളെപ്പോലത്തെ ലേഖകന്മാർ എഴുതുന്ന കാര്യമല്ലേ? നിങ്ങളിപ്പോൾ ഒരു ലേഖനം എഴുതി, നിങ്ങളൊരു പത്രത്തിന്റെ ലേഖകനാണെങ്കിൽ എഴുതി കൊടുത്താൽ, അവർ മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താൽ അത് പത്രത്തിന്റെ നയമായോ? അതിന്റെ പാർട്ടി പത്രമായാലും ഇതല്ലേ സംഭവിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ ഒരു ലേഖകൻ എഴുതി കൊടുത്തു, അതിന്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അത് നിങ്ങൾ പിന്നീട് ചർച്ച ചെയ്തോളൂ. നിങ്ങൾ പാർട്ടി താല്പര്യം നിങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് നല്ല ഗൗരവത്തോടെ നോക്കണമെന്നല്ല നിങ്ങൾ ഉപദേശിച്ചോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത ഘട്ടത്തിന്റെ വികസനത്തിനും ഇതാവശ്യമല്ല. അത് അതിന്റെ വഴികളെല്ലാം തുറന്നു കിടക്കുകയാണ്. ഇത് വികസനം തടയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇപ്പം നമ്മൾ അദാനി ഗ്രൂപ്പുമായിട്ട് ഒപ്പിട്ട കൺസെഷൻ കരാർ അനുസരിച്ചിട്ടുള്ള നടപടികൾ നിർന്നു പോയാൽ ഈ പോർട്ടിന്റെ വികസനം വലിയ തോതിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പോർട്ടിന്റെ ഒരു ടെർമിനലാണ് നല്ല നിലക്ക് പ്രവർത്തിക്കുന്നത്. എന്നാൽ മറ്റ് ടെർമിനലുകൾ വരും. കൂടുതൽ വികസിതമായിട്ട് ഈ പോർട്ട് പോകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായ MSC ഇപ്പോൾ വരുന്നു. എന്നാൽ അതുപോലുള്ള മറ്റു പല കമ്പനികളും ഇങ്ങോട്ട് വരും. അവർക്കെല്ലാം എക്സ്ക്ലൂസീവായിട്ട് തന്നെ ചില ടെർമിനലുകൾ ഉപയോഗിക്കാൻ പറ്റും. വൻപിച്ച സാധ്യതയാണ് ഈ പോർട്ടിനുള്ളത്. ആ സാധ്യതയെല്ലാം അടഞ്ഞു പോകുന്ന നിലയാണ് വരിക. അതാണ് ഇതിന്റെ പ്രശ്നം. ആരുടെ വിശദീകരണം? അതെല്ലാം വീണെടുക്കുന്നവരുടൊന്നല്ലേ. സാധാരണ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാലോ, സാധാരണ നിലക്ക് കാര്യങ്ങൾ അറിയാലോ. നമ്മൾ രണ്ടുപേരും രണ്ട് കുത്തക കമ്പനികളുടെ പ്രധാനികളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു കമ്പനി, ഒരു സ്ഥലത്തിന്റെ പ്രധാന ഉടമയായിട്ട് മാറുന്നു. അവിടെ സാധാരണഗതിയിൽ നിങ്ങളുടെ താല്പര്യമാണോ സംരക്ഷിക്കപ്പെടുക? എൻ്റെ കമ്പനിയുടെ താല്പര്യം അവിടെ സംരക്ഷിക്കപ്പെടില്ല. അതൊരു ഭാഗം. വേറൊരു ഭാഗം, ഇതിൽ നിന്ന് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് വിഹിതം വരേണ്ടതുണ്ട്. ആ വിഹിതം ലാഭത്തിൽ നിന്നാണ്. അപ്പോൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ നടക്കും. കാരണം ഇന്ത്യയിൽ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷനുള്ള ഏക പോർട്ട് അദാനിയുടേത് വിഴിഞ്ഞതാണ്. ബാക്കി പോർട്ടുകളെല്ലാം അവരുടെ സ്വന്തമാണ്. അപ്പോൾ ഒരു സാധ്യത ഇവിടെ വരുമാനം കുറയാൻ, മറ്റേ പോർട്ടിൽ വരുമാനം കൂടാം, കണക്കുകളുടെ കളി വരാൻ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യം അവിടെയും ഇല്ലാതാവും. ഇതൊക്കെയാണ് വരാൻ പോകുന്ന അപകടം. നമ്മൾ ഇത് ഗൗരവമായിട്ട് എടുക്കണം. നമ്മുടെ സമൂഹം ഗൗരവമായിട്ട് എടുക്കണം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗവൺമെന്റായിട്ട് പ്രവർത്തിക്കണം. അദാനിയുടെ താല്പര്യം സംരക്ഷിക്കാനല്ല നിലകൊള്ളുന്നത്. ഗവൺമെന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ശക്തമായ ഇടപെടൽ വേണം. എങ്ങനെ ഇതിനെ നേരിടാമെന്നുള്ളതിൻ്റെ നിയമോപദേശം തേടണം. സെബിയുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കണം. അതൊക്കെ ആവശ്യം. LDFന്റെ കൺവീനർ നല്ല ചികിത്സയിലായിരുന്നു. ഇപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇനി വീണ്ടും യോഗം ചെയ്തു. അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഏത് അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല.